4 ഫ്രഞ്ച് ഡോസും തട്ടി മുട്ട പുഴുങ്ങിയതും കഴിച്ചു, പപ്പായയും കഴിച്ചു, ഫ്രഷായി വന്ന് ഉപ്പുമാവും കഴിച്ച് 2 ഏത്തക്കയും പാഴ്സലാക്കിയാണ് സ്റ്റേഷനിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കൊണ്ട് തൃശ്ശൂർക്ക് കയറി. ഏത്തക്കല്ല വണ്ടി ഇരുന്ന് കഴിക്കാൻ കപ്പലിന് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി കടയിൽ കയറി പൂരി വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഒരു ചായ 2 തണിയിരിക്കുന്നു. ആദ്യം വെജ് നഗറ്റ്സ് പറഞ്ഞു വിട്ടു, പിന്നെ ഈ റാപ്പിഡ് ബൂസ്റ്ററും. ഇതുപോലുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണ രീതിയാണോ പ്രസവശേഷം നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്? പൊതുവെ മുലയൂട്ടുന്ന അമ്മമാർ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കുക എന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഇത് തന്നെയല്ലേ അമിതമായിട്ട് ആഹാരം കഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും? ശരാശരി ഒരു മനുഷ്യന് 2000 മുതൽ 2200 കലോറിയുടെ ആവശ്യം മാത്രമേ ഡെയിലി വരുന്നുള്ളൂ. നിങ്ങളൊരു മുലയൂട്ടുന്ന അമ്മയാണെങ്കിൽ എക്സ്ട്രാ ഒരു 500 കലോറിയുടെ ആവശ്യം കൂടി മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീനാണ്. പ്രോട്ടീന്റെ മെയിൻ സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സോയാബീൻ, ചെറുമീനുകൾ, പാല്, മുട്ടയുടെ വെള്ള തുടങ്ങിയവ. അതുപോലെ തന്നെ അയൺ അടങ്ങിയ ചീര, മുരിങ്ങയില, ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, 3 ലിറ്ററോളം വെള്ളം, ഇവയൊന്നും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോകരുത്. അമിതഭാരമല്ല, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സമീകൃതമായ ആഹാരം കൃത്യമായ ഇടവേളകളിൽ കഴിക്കാൻ ശ്രമിക്കുക.